ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമ്മുടെ MTS തണ്ടർ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടോപ്പ് 10 ഹിസ്റ്ററിയിൽ നിന്ന് ആൻഷ്യൻ്റ് ഹിസ്റ്ററിയിലെ കുറച്ച് ടോപ്പിക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് നമുക്ക് എന്തായാലും കിടക്കാം. അപ്പോൾ MTSനൊക്കെ ഡേറ്റ് എടുക്കാറായി. മാക്സിമം നിങ്ങൾ പഠിക്കുന്ന കാര്യമൊക്കെ നന്നായിട്ട് ഊർജ്ജവത്താക്കി നല്ല രീതിയിൽ പഠിച്ച് പോവുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പ് 10 ആൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഹാഡ് നവരത്ന ഇൻ ഹിസ് കോർട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന റൂളേഴ്സിൽ ആർക്കാണ് നവരത്ന, അതായത് 9 ജെംസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഒരു കോർട്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ആ കോർട്ടിൽ കാണും അല്ലെ. മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒഫീഷ്യൽ മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ ഈ നവരത്ന എന്ന് പറയുന്ന 9 ആൾക്കാർ, ഈ 9 ആൾക്കാർ ആരുടെ കോർട്ടിലാണ് ഉണ്ടായിരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ മിഡീവൽ ഇന്ത്യ പീരീഡ്, ആ ഒരു പീരീഡാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, അക്ബറിന്റെ കോർട്ടിലാണ് എന്തുള്ളത്, നവരത്നാസ് ഉണ്ടായിരുന്നത് അല്ലേ. അക്ബറിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഏറ്റവും നല്ല റൂളറായിരുന്നു, മിഡീവൽ പീരീഡിലെ ഏറ്റവും കിടിലം റൂളറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നവരത്ന പിന്നെ അഡാപ്റ്റ് ചെയ്തിരുന്നത്, അതായത് മിഡീവൽ ഇന്ത്യ ടൈമിന് മുന്നെയാണ് ആൻഷ്യൻ്റ് ഹിസ്റ്ററി വരുന്നത്. അപ്പോൾ ആ ടൈമിൽ അഡോപ്റ്റ് ചെയ്ത ആളാണ് ആരെന്ന് ചോദിക്കുന്നത്. ഹർഷവർദ്ധനയാണോ, ചന്ദ്രഗുപ്ത രണ്ടാമനാണോ, ദേവപാലയാണോ, സമുദ്രഗുപ്തയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക്, നവരത്ന ഏറ്റവും അന്നത്തെ കാലത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു റൂളർ എന്നുള്ള രീതിയിലേക്ക് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹർഷവർദ്ധന എന്ന് പറയുന്നത് ആരാണ്? ഹർഷവർദ്ധന വർദ്ധന ഡൈനാസ്റ്റിയിലുള്ള ആളാണ് കേട്ടോ. ഹർഷവർദ്ധന എന്ന് പറയുന്നത് വർദ്ധന ഡൈനാസ്റ്റിയാണ്. ഓക്കെ, വർദ്ധന ഡൈനാസ്റ്റിയാണ്. ചന്ദ്രഗുപ്ത എന്ന് പറയുന്നത് ഗുപ്ത ഡൈനാസ്റ്റിയാണ്. ദേവപാല എന്ന് പറഞ്ഞാൽ പാല ഡൈനാസ്റ്റിയാണ്. സമുദ്രഗുപ്തനും എന്താണ്, ഗുപ്ത ഡൈനാസ്റ്റിയാണ് കേട്ടോ, ഗുപ്ത ഡൈനാസ്റ്റി. അപ്പൊ ഗുപ്തന്മാരാണ് നവരത്ന എന്ന് പറയുന്ന ഒരു സങ്കല്പം പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ അഡോപ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത രണ്ടാമനാണ് കേട്ടോ. ചന്ദ്രഗുപ്ത രണ്ടാമനാണ്. ആരാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത രണ്ടാമൻ അല്ലേ, വിക്രമാദിത്യയാണ് കേട്ടോ. വിക്രമാദിത്യ. ഓക്കെ, വിക്രമാദിത്യന്റെ സദസ്സിലാണ് എന്തുണ്ടായിരുന്നത്, 9 ജെംസ് എന്ന് പറയുന്ന ആൾ അറിയപ്പെടുന്ന നവരത്നാസ് ഉണ്ടായിരുന്നത്. അതിലുള്ള കുറച്ച് പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. കാളിദാസന്റെ ഒക്കെ ആരുടെയായിരുന്നു, വിക്രമാദിത്യന്റെ കോർട്ടിലായിരുന്നു കാളിദാസനൊക്കെ ഉണ്ടായിരുന്നത് അല്ലെ. പോയറ്റായിരുന്നു, കോർട്ട് പോയറ്റാണ്. വരരുചി, ഏറ്റവും മികച്ച പണ്ഡിതൻ എന്നൊക്കെ അറിയപ്പെടുന്ന വരരുചി. ആരാണ് വരരുചി? നമ്മുടെ പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ ആ 12 പേരുടെ അച്ഛൻ എന്നറിയപ്പെടുന്ന വരരുചി ഏറ്റവും പണ്ഡിതനായ ആളാണ് അല്ലെ. അതുപോലെ അമരസിംഹ, അമരഘോഷ എന്നൊക്കെ പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള അമരഘോഷ എന്ന് വെച്ചാൽ പുള്ളി എന്തായിരുന്നു, ശരിക്കും പറഞ്ഞ ഒരു സാൻസ്ക്രിറ്റ് ലെക്സിക്കോഗ്രാഫർ എന്നൊക്കെ പറയുന്ന ആളാണ് അമരസിംഹ കേട്ടോ. ലെക്സിക്കോഗ്രാഫർ എന്താണ്? ലെക്സിക്കോഗ്രാഫർ ഡിക്ഷണറി കമ്പൈൽ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി, അതായത് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വേദ ടെസ്റ്റുകളൊക്കെ എഴുതുക, അതിനെക്കുറിച്ചിട്ടുള്ള ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഇങ്ങനെയാണ് ഓരോ വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഡിക്ഷണറി കമ്പൈലിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അമരസിംഹ എന്ന് പറയുന്നത്. അമരസിംഹയുടെ ഏറ്റവും ഫേമസ് ബുക്കാണ് എന്തെന്ന് പറയുന്നത്, അമരഘോഷ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് ബുക്ക് കേട്ടോ. അമരഘോഷ ചോദിക്കാറുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും. അമരഘോഷ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? അമരസിംഹയാണ്. ഇതെല്ലാം ആരുടെ കോർട്ടിലാണ്? ചന്ദ്രഗുപ്ത രണ്ടാമൻ എന്നറിയപ്പെടുന്ന വിക്രമാദിത്യന്റെ കോർട്ടാണ്. ആരാണ് സമുദ്രഗുപ്ത? ചന്ദ്രഗുപ്ത രണ്ടാമന്റെ അച്ഛനാണ് സമുദ്രഗുപ്ത. എന്താണ് സമുദ്രഗുപ്തയുടെ പ്രത്യേകത? സമുദ്രഗുപ്ത എന്തെന്നാണ് നമ്മൾ ഇന്ത്യക്കാരെ അറിയപ്പെടുന്നത്? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അല്ലേ. നെപ്പോളിയൻ ഓഫ് ഇന്ത്യ, കാരണം അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു വാരിയർ ആയിരുന്നു കേട്ടോ. വാരിയറാണ് നെപ്പോളിയൻ. അതുകൊണ്ടാണ് നെപ്പോളിയനെ പോലെ അത്രയും രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, സമുദ്രഗുപ്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അത്രയും ഒരുപാട് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, സമുദ്രഗുപ്തൻ എന്ന് പറയുന്ന ആൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ഇടം എന്ത് ചെയ്തിട്ടുണ്ട്, വെട്ടിപ്പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി എന്തെന്നറിയപ്പെടുന്നത്, നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആ കാര്യം അവിടെ ശ്രദ്ധിക്കുക. പിന്നെ എന്താ, ഈ ധന്വന്തരിയൊക്കെ എന്താണ് ആ സമയത്ത് മെഡിസിനൽ, അവിടുത്തെ എന്താ പറയാ, നമ്മൾ ഒരു കോർട്ടിലുള്ള ഈ എന്താ പറയുക ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ധന്വന്തരി ആയിരുന്നു ഏറ്റവും മികച്ച ഒരു മെഡിക്കൽ ഒരു ഡോക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളായിരുന്നു. ഇതുപോലെ വരാഹ മിഹിരയുണ്ട്, കഹാപാൻഗ, വേദൽ ഭട്ട, സംഘു. ഇതുവരെയൊന്നും അവരെ കുറിച്ചും ചോദിച്ചിട്ടില്ല. ഇവരെ ഇത്ര വരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കോർട്ടിലാണ് നവരത്ന ഉണ്ടായിരുന്നത്. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് വാസ് നോൺ ആസ്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, സമുദ്രഗുപ്തന്റെ ഫേമസ് ആയിട്ടുള്ള കോർട്ട് പോയിട്ട് ആരായിരുന്നു? ഹരിസേന അല്ലേ. ഹരിസേനയാണ് എന്ത് എഴുതിയതടാ, നമ്മുടെ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എഴുതിയത് അല്ലേ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ
എന്ന് വെച്ചാൽ ഇവർ ഈ വെട്ടിപ്പിടിക്കുന്ന കഥകളൊക്കെ ഏതെങ്കിലും ഒരു പില്ലറിൽ എന്ത് ചെയ്യും, കൊത്തി വെക്കും അല്ലേ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിലാണ് അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളത്, പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം ആലോചിക്കുക. സമുദ്രഗുപ്തയുടെ കോർട്ട് പോയിട്ട് ആയിരുന്ന ഹരിസേനയാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പം അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരുടെയാണ്, സമുദ്രഗുപ്തന്റെ ആണെന്ന് മനസ്സിലാക്കുക. അലഹബാദ് അല്ലെങ്കിൽ എന്ത് പറയാം, പ്രയാഗ് പ്രശസ്തി അല്ലെ, പ്രയാഗ്രാജ് അല്ലേ അലഹബാദിന്റെ പുതിയ പേര്. അപ്പം പ്രയാഗ് പ്രശസ്തി എന്നും അതിനെ എന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട് കേട്ടോ. ഇനി അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് വാസ് നോൺ ആസ് അസ്കിനി ഇൻ ദ വേദിക് പീരീഡ്. അസ്കിനി എന്നറിയപ്പെടുന്ന വേദിക് പീരീഡിൽ അസ്കിനി എന്ന് പറഞ്ഞത് ഈ കാണുന്നതിൽ ഏത് റിവർ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഈ കാണുന്നതിൽ ഏത് റിവർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സപ്ത സിന്ധു, ആ സമയത്ത് പഞ്ചാബിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന സപ്ത സിന്ധുവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നത്, അന്നത്തെ കാലത്ത് വേദിക് പീരീഡിൽ വേറെ വേറെ പേരുകൾ പറഞ്ഞ് വിളിച്ചിരുന്നത് കേട്ടോ. സപ്ത സിന്ധു ആരൊക്കെയാണ്, ഒന്ന് ജലം, ചെനാബ്, ബിയാസ്, രവി, സത്ലജ്, സരസ്വതി, ഇൻഡസ്, ഇത്രയും ചേർന്നിട്ടാണ് എന്തായിട്ടുള്ളത്, സപ്ത സിന്ധു ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ സപ്ത സിന്ധുവിൽ അസ്കിനി എന്നറിയപ്പെട്ടിരുന്നത് ആരെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ചെനാബാണ് കേട്ടോ. ചെനാബാണ് അതിന്റെ ആൻസർ. എന്താണ്, ചെനാബാണ് കേട്ടോ. ചെനാബാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം, സപ്തസിന്ധുവിന്റെ മുന്നത്തെ പേരുകൾ അറിഞ്ഞിരിക്കണം. ഇൻഡസിന് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്, ഇൻഡസ് എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. സരസ്വതി എന്തെന്നാണ്, സരസ്വതി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. സത്ലജിന് എന്താ അറിയപ്പെടുക, സത്ലജ്. സത്ലജ് ആ ഒരു പേരിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം, എന്താണ്, സുതുദ്രി. ഓക്കെ, സുതുദ്രി. അതിൽ തന്നെ സത്ലജിന്റെ ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലേ, സത്ലജ് സുതുദ്രി ആണെന്ന് ആലോചിക്കുക. ഇനി അടുത്ത് രവി. രവി എന്താണ്, ഒരാണിന്റെ പേരല്ലേ, ഒരു പുരുഷന്റെ പേരല്ലേ. അപ്പൊ അങ്ങനെ ആലോചിക്കുക, പുരുഷിനി അല്ലെങ്കിൽ പരുഷിനി എന്നൊക്കെ ആലോചിക്കുക. പുരുഷിനി, പരുഷിനി എന്നൊക്കെ ആലോചിക്കുക. ഓക്കെ, അപ്പൊ സത്ലജ് എന്താണ്, സുതുദ്രി എന്ന് പറയുക അല്ലെങ്കിൽ സതുദ്രി എന്ന് പറയുക. രവി എന്താണ്, പരുഷിനി. പരുഷിനി അല്ലെങ്കിൽ പുരുഷിനി എന്ന് ആലോചിക്കുക. ബിയാസ്. ബിയാസിന്റെ മറ്റൊരു പേരെന്താണ്, വ്യാസ് എന്നും അറിയപ്പെടും കേട്ടോ. വ്യാസ്. ബിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യാസ് എന്നും അറിയപ്പെടും. അതുകൊണ്ട് അതിന് എന്താ അറിയപ്പെടുന്നത്, വിപാശ. വിപാശ. വ്യാസ്, വിപാശ. വീല് തുടങ്ങണയാണ് ബിയാസ് കേട്ടോ. ബിയാസ്, വ്യാസ് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അതിന്റെ പേര് എന്താ പറയുന്നത്, വിപാശ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചെനാബ് എന്ന് പറയുന്നത് എന്താ അറിയപ്പെടുന്നത്, ചെനാബ്. ചെനാബ്, ചെന്ന് ആസ്ക് ചെയ്യുക. ചെന്ന് എന്ത് ചെയ്യുക, ആസ്ക് ചെയ്യുക. അപ്പൊ എന്താണ്, അസ്കിനി. ഓക്കെ, ചെനാബ് അസ്കിനി ആണെന്ന് ആലോചിക്കുക. ചെന്ന് ആസ്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ആലോചിച്ച് ചെനാബ് അസ്കിനി ആണെന്ന് ആലോചിക്കുക. ജലം. ജലം എന്താ വരിക, ജലം എന്താ വരിക, പല വിധത്തിലാണ് അല്ലെ. ജലങ്ങൾ എന്തുകൊണ്ട്, പല രീതിക്കാണ് കാണപ്പെടുന്നത്, വിധത്തിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ആലോചിച്ച് വിദാസ്ത. വിദാസ്ത. ജലം പല വിധത്തിൽ. ജലം, ജലം വെള്ളം അല്ലെ, ജലം പല വിധത്തിൽ. അപ്പൊ വിദാസ്ത അങ്ങനെ ആലോചിക്കുക. ഓക്കെ, വിദാസ്ത. വിദാസ്ത അല്ലെങ്കിൽ വെരിനാഗ് എന്നൊക്കെ പിന്നെ അറിയപ്പെടാൻ തുടങ്ങി. എന്താണ് വെരിനാഗിന്റെ പ്രത്യേകത, വെരിനാഗ് ജമ്മു കാശ്മീരിലെ ഒരു സ്ഥലമാണ് വെരിനാഗ്. ആ വെരിനാഗിന്റെ അവിടെ എന്താണ്, ഒരു ബ്യൂട്ടിഫുൾ മുഗൾ എന്തുണ്ട്, ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ. അത് ആരാ പണിത് കഴിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഹാംഗീർ ആണ് കേട്ടോ. വെരിനാഗ് എന്ന് പറയുന്ന ഒരു റിവർ സിസ്റ്റം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എന്തുണ്ട്, ചുറ്റും ഒരു മുഗൾ ഗാർഡൻ ഒക്കെ പണി കഴിപ്പിച്ചത് ആരാണ്, നമ്മുടെ ജഹാംഗീർ ആണ് കേട്ടോ. ജഹാംഗീർ ആണ്. ആ കാര്യം അവിടെ എന്ത് ചെയ്യുക, ആലോചിക്കുക. ഓക്കെ, ഓക്കെ ആണോ. അപ്പൊ അത്രയും ജലം, വിദാസ്ത, വെരിനാഗ് എന്താണ്, വെരിനാഗ് സ്പ്രിങ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വെരിനാഗ് സ്പ്രിങ് ആണ്. സ്പ്രിങ് ആണ്, ഒരു വെള്ളം കെട്ടി, ഒരു വെള്ളത്തിന് എന്ത് ചെയ്തുകൊണ്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അറിയാലോ, ഇനി ചോദിച്ചറിയാലോ, ചെനാബ എന്താണ്, അസ്കിനിയാണ്. രവി എന്തിനെയാണ്, പുരുഷിനിയാണ്. ബിയാസ്, വ്യാസാണ്. വിപാശയാണ്. അത് കഴിഞ്ഞെന്താണ്, സത്ലജ് സുതുദ്രിയാണ്. ഇത്രയും കാര്യം ആലോചിച്ചിരിക്കുക. ഇനി അടുത്ത്, വിച്ച് ഈസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ലൈഫ് ഇൻ വേദിക് പീരീഡ്. വേദിക് പീരീഡിൽ നമ്മുടെ തേർഡ് സ്റ്റേജ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് വേദിക് പീരീഡ് ഉണ്ടായിരുന്നു അല്ലെ. ആ പീരീഡിൽ നമ്മുടെ സ്റ്റേജസ് ഓഫ് ലൈഫിനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പൊ ആ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സ്റ്റേജസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ആ 4 സ്റ്റേജസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. 4 സ്റ്റേജസ് 0 to 25 വയസ്സ് വരെ, അതായത് നമ്മുടെ 25 ഇയേഴ്സ് വരെ നമ്മൾ എന്താ പറയുക, ഇവിടെ എന്താണ്, 3ാമത്തെ സ്റ്റേജ് ആണ് അവർ ചോദിക്കുന്നത്. അതായത് ആദ്യത്തത് 25 വയസ്സ് വരെയുള്ള സ്റ്റേജ്. അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റേജ് എന്താണ്, 25 to 50 ഇയേഴ്സ് വരെയുള്ള സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് 50 to 75 വയസ്സ് വരെയുള്ള സ്റ്റേജ്. 4ാമത്തെ എന്താണ്, 75 to 100 വയസ്സ് വരെയുള്ള സ്റ്റേജ്. അതായത് നമ്മുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജസിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ വേദിക് പീരീഡിൽ എന്തൊക്കെയുണ്ട്, ബ്രഹ്മചാര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസി. ഇതിലേതാണ് തേർഡ് സ്റ്റേജ് എന്നാണ് ചോദിക്കുന്നത്. 4 സ്റ്റേജസ് ഇതാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ്, അതായത് നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാത്ത സ്റ്റേജ്, അതേതാണ്, നമ്മുടെ
25 വയസ്സ് വരെയുള്ള സ്റ്റേജ് എന്താണ്? ബ്രഹ്മചാര്യ സ്റ്റേജ് ആണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കല്യാണം കഴിക്കുന്നില്ല, നമ്മൾ സ്റ്റുഡൻസ് ആണ്, ഈ ഗുരുകുലത്തിലൊക്കെ പോയി പഠിക്കുന്നവരാണ്. ഇപ്പൊ എന്താണ്, സ്കൂൾ സിസ്റ്റം 25 വയസ്സ് വരെ മാക്സിമം കല്യാണം കഴിക്കേണ്ട എന്നുള്ള ഒരു രീതിയായിരുന്നു പണ്ടൊക്കെ. അപ്പൊ ആ ഒരു സ്റ്റേജിനെയാണ് ബ്രഹ്മചാര്യ എന്ന് പറയുന്നത് കേട്ടോ, ബ്രഹ്മചാര്യ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന സ്റ്റേജാണ് ഗൃഹസ്ഥ. ഗൃഹസ്ഥ ഈ സമയത്ത് എന്തായി, 25 to 50 വയസ്സ് വരെയുള്ള സമയത്ത് നിങ്ങൾ എന്തായി മാറിയടാ, നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലിയൊക്കെ വന്ന് സെറ്റിൽ ആവുന്ന ടൈം അല്ലേ. ഗൃഹസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഫാമിലി മാരീഡ് ആയി കഴിഞ്ഞ് ഒരു എന്താണ്, ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഫാമിലി സ്റ്റേറ്റസ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗൃഹസ്ഥ, ഒരു ഗ്രഹനാഥനാകുന്ന ടൈം. അതായത് കല്യാണം കഴിക്കുമ്പോഴാണല്ലോ നിങ്ങൾ ഒരു പെണ്ണാണെങ്കിൽ ഗൃഹനാഥയാകുന്നതും ഗൃഹനാഥനാകുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 25 to 50 ഇയേഴ്സ് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ഒരു കുടുംബത്തിനെ പോറ്റുന്ന ടൈം ഗൃഹസ്ഥ പീരീഡ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് ഏതാണടാ, വാനപ്രസ്ഥയാണ് കേട്ടോ. വാനപ്രസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി എല്ലാം കഴിഞ്ഞു അല്ലേ, നമ്മുടെ ലൈഫ് എന്താണ്, അങ്ങ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടയേർഡ് ആവുന്ന ഒരു ടൈമാണ്. 50 to 75 വയസ്സ് വരെ ഇടയ്ക്ക് നമ്മൾ എന്താണ്, റിട്ടയേർഡ് ആവുകയാണ്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ഒതുക്കി, നമ്മുടെ ലൈഫിന്റെ പകുതി നമ്മൾ എന്ത് ചെയ്തു, എല്ലാ എനർജിയും ഉപയോഗിച്ച് കഴിഞ്ഞു. നമ്മൾ ഇനി എന്താണ്, റെസ്റ്റിംഗ് പീരീഡാണ്, റിലാക്സിങ് പീരീഡാണ് അല്ലേ. ആ ഒരു സംഭവമാണ് നമ്മൾ എന്ത് പറയുന്നത്, വാനപ്രസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. വാനപ്രസ്ഥ അപ്പം എന്താണ്, 50 to 75 വയസ്സ് വരെയുള്ള സ്റ്റേജാണ്. അത് എത്രാമത്തെയാണ്, മൂന്നാമത്തെ സ്റ്റേജാണ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റേജ്, അതാണ് തേർഡ് സ്റ്റേജ് കേട്ടോ, തേർഡ് സ്റ്റേജ്. അവസാനത്തെ സന്യാസി സ്റ്റേജ്. സന്യാസി സ്റ്റേജ് ആകുമ്പോൾ ഇനി എന്താണ്, ഇനി എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ട ടൈമാണ്. ഓക്കെ, നമുക്ക് എന്താണ്, റിനൗൺസിയേഷൻ പീരീഡാണ്. എല്ലാം ഉപേക്ഷിച്ച് നിർത്തലാക്കി നമ്മൾ എന്താണ്, ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്ന ഒരു ടൈം. ഇനി നമുക്കൊന്നുമില്ല നേടാനും കൊണ്ടുപോകാനും ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജ് കേട്ടോ. ആ ഒരു സ്റ്റേജാണ് ലീവ് എവറിത്തിങ് ഫോർ എവർ എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ. ലീവ് എവറിത്തിങ് ഫോർ എവർ ആൻഡ് എന്താണ്, ആ ഒരു ഡെപ്തിലേക്കുള്ള ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സന്യാസി ജീവിതം. 75 to 100 വയസ്സ് വരെ കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ തേർഡ് സ്റ്റേജ് ഏതാണ്, വാനപ്രസ്ഥയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് ദ സംഖ്യാ ദർശന സെക്ട് വാസ് ഫൗണ്ടഡ് ബൈ. ദ സംഖ്യാ ദർശന സെക്ട് ആരാണ് കണ്ടുപിടിക്കുന്നത്, ദ സംഖ്യാ ദർശന സെക്ട് കണ്ടുപിടിക്കുന്ന ആരാണ്, സംഖ്യ. അപ്പൊ അങ്ങനെ ആലോചിക്കണം. സംഖ്യകളൊക്കെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന എവിടെയാണ്, സംഖ്യാദർശൻ സെക്ട്. സംഖ്യകളൊക്കെ കുറിച്ച് പറയുന്ന എവിടെയാണ്, നമ്മളെ ക്രിക്കറ്റിലൊക്കെ പറയും അല്ലെ. ഇപ്പൊ കപിൽ ദേവ് ആണെന്ന് ആലോചിക്കും. അപ്പൊ കപിൽ ദേവ് എന്നാണ് ക്രിക്കറ്റിൽ ഓരോ എന്താണ് സ്കോർ എടുക്കുമ്പോൾ നമ്മൾ ഓരോ സംഖ്യകൾ കൂട്ടിയാണ് പോണേന്ന് ആലോചിക്കുക. അപ്പൊ അങ്ങനെ ആലോചിച്ച് സംഖ്യാദർശന സെക്ട് ആരാണ് ഫൗണ്ട് ചെയ്തത്, കപിലയാണെന്ന് ആലോചിക്കുക വെക്കുക. ഓക്കെ, കപിലയാണ് സംഖ്യാദർശന സെക്ട്. ഇതൊക്കെ എന്താണ്, ആൻഷ്യന്റ് ഹിസ്റ്ററിയിലെ കുറച്ച് ഉള്ളിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ CGL-ന്റെയും CHS-ന്റെ പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡെപ്തിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു പോവുക. സംഖ്യാദർശന സെക്ട് ഫൗണ്ട് ചെയ്യുന്നത് കപിലയാണ് കേട്ടോ, കപിലയാണ്. ആ ഒരു പോയിന്റ് അവിടെ ആലോചിച്ചിരിക്കുക, കപിലയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി കുറച്ച് ഇന്ത്യൻ ഫിലോസഫി, ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലോസഫി ബുക്ക് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഓരോ പോസ്റ്റുലേറ്റ്സ് ഉണ്ടാക്കുമല്ലോ നമ്മൾ, ഇന്നതാണ് ഇന്ന കാര്യം എന്ന് നമ്മൾ പറയാൻ വേണ്ടി കുറേ ഫിലോസഫീസ് ഉണ്ടാക്കിയിടും. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കുറേ പേര് കാണും. അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രത്യേകം, ഇപ്പം സയൻസിലൊക്കെ ആണെങ്കിൽ എക്സ്പെരിമെൻ്റ് ആണ്. അതേസമയം നോർമൽ ആർട്ട് ആൻഡ് കൾച്ചറിലൊക്കെ എന്ത് എഴുതണം, ഒരു ബുക്ക് എഴുതണം അല്ലേ. അല്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ എന്ത് വേണം, ഒരു എന്താ പറയുക, നമ്മൾ വേദിക് ടെസ്റ്റുകളൊക്കെ എടുത്തെഴുതണം അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഏതെന്ന് പറയുന്നത് ഈ സംഖ്യാദർശന ഫിലോസഫിയാണ് കേട്ടോ. ഫിലോസഫി ബുക്കുകളാണ്. ആ ഫിലോസഫി ബുക്ക് ഫൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊപ്പൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെയും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഫിലോസഫിയിൽ ഇത്ര ബുക്സാണ് നമ്മൾ വേദിക് പീരീഡിൽ അറിഞ്ഞിരിക്കേണ്ടത്. അത് മാറിയും തിരിഞ്ഞും ഒക്കെ പല തവണയായിട്ട് ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇന്ത്യൻ ഫിലോസഫിയിൽ ഫസ്റ്റ് എന്താണ്, സംഖ്യ ഏതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ആരാണ്, കപില അല്ലേ. സംഖ്യയെ കുറിച്ച് ആലോചിക്കുമ്പോൾ കപിൽ ദേവ് ആലോചിക്കുക. അപ്പൊ കപിലയാണ് സംഖ്യകളെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത് യോഗ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ആരാണ്, പതഞ്ജലിയാണ് അല്ലെ. പതഞ്ജലി അത് കേട്ടാലേ നിങ്ങൾക്ക് അറിയാം യോഗയെ കുറിച്ച് പറയുന്നത് ആരാണ്, പതഞ്ജലിയാണെന്ന്. ഇനി അടുത്ത ന്യായത്തിനെ കുറിച്ച് പറയുന്നത്, അതാരാണ്, ഗൗതമ എന്ന് ആലോചിക്കുക. ഗൗതമ ബുദ്ധനൊക്കെ എന്താണ്, ന്യായത്തിനെ പറ്റിയാണ് പറയണതെന്ന് ആലോചിക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ ന്യായത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച ആരാണ്, ഗൗതമനാണെന്ന് ആലോചിക്കുക. ഇനി അടുത്ത് മീമാംസാ സൂത്ര. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. മീമാംസാ സൂത്ര ആരാണ്, ജൈമിനി അല്ലെങ്കിൽ ജാമിനി എന്നൊക്കെ പറയുന്ന ആളാണ് കേട്ടോ. മീമാംസാ സൂത്ര,
മീമാംസ ജൈമിനി, അതിൽ തന്നെ ഒരു മിനി എന്നൊക്കെ ഉള്ള ഒരു പേര്, ജാമിനി ജൈമിനി എന്നൊക്കെ ആലോചിച്ച് എന്താണ് മീമാംസ സൂത്ര ആരെന്ന് ആലോചിക്കുക, ജൈമിനി ആണെന്ന് ആലോചിക്കുക. ഇനി അടുത്ത് വൈശേഷിക്. വൈശേഷിക് ആരുടെയാണ്? കനാദ. കനാദ മഹർഷി എന്ന് കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് അണുവിനെ കുറിച്ച് സംസാരിക്കുന്ന കനാദ മഹർഷി കേട്ടോ. ആ പുള്ളിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വൈശേഷിക്, വിഷയമായ വൈശേഷിക്, ഭയങ്കര പ്രധാനപ്പെട്ട വൈശേഷികമായിട്ടുള്ള കാര്യം പറഞ്ഞ ആരാണ്? കനാദ മഹർഷിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് വിഷമമൊക്കെ വരുമ്പോൾ നമുക്ക് എബ്രോഡൊക്കെ പോകാൻ തോന്നുന്നു ആലോചിക്കുക, വൈഷമ്യം. അപ്പം എന്താണ് കാനഡ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക, കനാഡയാണ് എന്നാലും അങ്ങനെയൊക്കെ ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ, റിമെമ്പർ ചെയ്ത് വെക്കുക. വൈശേഷിക് വിഷയമാകുമ്പോൾ നമ്മൾ എന്ത് പോകും? കാനഡയ്ക്ക് പറക്കും. അപ്പം കനാഡ വൈശേഷിക് എന്ന് ആലോചിക്കുക. മീമാംസ, മാംസവും ജാമു എന്നൊക്കെ ആലോചിക്കുക. ജൈമിനി, മീമാംസ സൂത്രം, അങ്ങനെയൊക്കെ ആലോചിച്ച് പഠിക്കുക കേട്ടോ. ഇന്ത്യൻ ഫിലോസഫിയും അത് ഫൗണ്ട് ചെയ്ത അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ചെയ്ത ആൾക്കാരുടെ പേരുമാണ് എഴുതിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിത്ത് റെഫറൻസ് ടു ദ വേദാംഗാസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡിനോട്ട് റിച്വൽ. റിച്വലിനെ കുറിച്ച് പറയുന്നത് ഏത് വേദാംഗത്തിലാണെന്നാണ് പറയുന്നത്. വിത്ത് റെഫറൻസ് ടു ദ വേദാംഗ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡിനോട്ട് റിച്വൽ. നമുക്ക് ഒരുപാട് വേദാംഗാസ് ഉണ്ട് കേട്ടോ. എത്ര വേദാംഗാസാണ് ഉള്ളത്? നമുക്ക് ടോട്ടൽ 6 വേദാംഗാസ് ആണുള്ളത് നമുക്ക്. ഓക്കെ, എത്ര വേദാംഗാസാണ് ഉള്ളത്? 6 വേദാംഗാസ് ആണുള്ളത്. 6 വേദങ്ങളാണുള്ളത്, വേദാംഗങ്ങളാണുള്ളത്. അതിൽ റിച്വലിനെ ഡിനോട്ട് ചെയ്യുന്നത് ആരെന്നാണ് ചോദിക്കുന്നത്? റിച്വലിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാന്തയുണ്ട്, കൽപ്പയുണ്ട്, ശിക്ഷയുണ്ട്, വ്യാകരണയുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് 6 എണ്ണം. ശിക്ഷയുണ്ട്, കൽപ്പയുണ്ട്, വ്യാകരണമുണ്ട്, നിരുക്തയുണ്ട്, ചാന്താസ് ഉണ്ട്, ജ്യോതിഷയുണ്ട്. ഓക്കെ, ഇത്രയാണ് 6 എണ്ണം നമുക്ക് പഠിക്കാനുള്ള 6 എണ്ണം ഈ ഒരു സംഭവമാണ് ഉള്ളത്. ഇതിൽ റിച്വലിനെ കുറിച്ച് പറയുന്നത് എന്താണെടാ? ഈ കൽപ്പവൃക്ഷത്തിൻ്റെ നമ്മൾ മൂട്ടിലൊക്കെ ആണല്ലോ എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ റിച്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ കൽപ്പ എന്ന് പറയുന്നത് എന്താണ്? റിച്വൽ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, കൽപ്പയാണ് റിച്വൽ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ കൽപ്പയാണ് റിച്വൽ ആയിട്ട് പറയുന്നത്. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും ഒരു റിച്വൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ എന്താണ് ഹിന്ദുസമായിട്ട് പറ്റി എന്തെങ്കിലും ഇങ്ങനെ എന്ത് ചെയ്യുക? റിച്വൽ ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഈ മന്ത്രവും അങ്ങനെയൊക്കെ കുറേ റിച്വൽ അങ്ങനെ പറയുമല്ലോ, ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് നിങ്ങൾ ഈ 6 വേദാംഗത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആ 6 വേദാംഗം എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ്? സ്റ്റഡി ഓഫ് വേദാസിലെ ഓക്സിലറി ഡിസിപ്ലിൻസ് ആയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് ഹിന്ദുസത്തിലാണ് ഇത് വരുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഫോണറ്റിക്സിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ പ്രൊനൗൺസിയേഷനെ കുറിച്ചാണ് പറയുന്നത്. ശിക്ഷ നമുക്ക് എപ്പോഴാണ് ശിക്ഷ കിട്ടുന്നത്? നമ്മളെപ്പോൾ എന്താണ് എപ്പോഴെങ്കിലും പ്രൊനൗൺസിയേഷൻ തെറ്റി പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ നിന്ന് കറക്റ്റ് പറയേണ്ടടുത്ത് നമ്മൾ എന്താണ് തെറ്റി പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഫോണറ്റിക്സ് മാറി പറയുമ്പോൾ നമുക്കതൊരു ശിക്ഷ പോലെയാണ് അല്ലേ? ആ ഒരു സംഭവം ആലോചിക്കുക. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഫോണറ്റിക്സ് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷന് തുല്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി കൽപ്പവൃക്ഷത്തിന്റെ മൂട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിച്വൽ ചെയ്യണേന്ന് ആലോചിക്കുക. ഇനി വ്യാകരണം നിങ്ങൾക്ക് അറിയാം. വ്യാകരണ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമർ തന്നെയാണ്. ഇനി നിരുക്ത എന്ന് പറഞ്ഞാൽ എറ്റിമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വേർഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. വാക്കുകളെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒറിജിൻ, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡീനെ കുറിച്ചാണ് നമ്മൾ നിരുക്ത എന്ന് പറയുന്നത് കേട്ടോ. നിരുക്ത. ഓക്കെ, എറ്റിമോളജി എന്നാണ് അതിനെ മറ്റൊരു പേരിൽ പറയുന്നത്. ഹിസ്റ്ററി ആൻഡ് ഒറിജിൻ ആൻഡ് യൂസേജ് ഓഫ് വേർഡ്സ്. ഹിസ്റ്ററി അതെങ്ങനെ വന്നു, അതിൻ്റെ ഒറിജിൻ എവിടെയാണ്, അതിൻ്റെ യൂസേജ് എന്താണ്. എപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഫോണറ്റിക്സ് ആണ്. ശിക്ഷ ഫോണറ്റിക്സ് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ. വ്യാകരണ ഗ്രാമറാണ്. ഇതെല്ലാം ചേർത്തിട്ടുള്ള വേർഡ്സിനെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്? നിരുക്ത പറയുന്നത് അല്ലെങ്കിൽ എറ്റിമോളജി പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഇൻക്ലൂഡിങ് ദ മീനിങ് ആൻഡ് ഹൗ ദേ ചേഞ്ച് ഓവർ ടൈം. ഇപ്പോൾ ഓരോ വാക്കിനും ഓരോരോ അർത്ഥമാണ്. നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്ന കോണ്ടസ്റ്റ് അനുസരിച്ച് അതെന്ത് ചെയ്യും? മാറും അല്ലേ? അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ ചിന്തിക്കേണ്ട. നിരുക്ത എറ്റിമോളജിയാണ്. ഹിസ്റ്ററി ആൻഡ് ഒറിജിൻ ആൻഡ് യൂസേജ് ഓഫ് വേർഡ്സ് ഇൻക്ലൂഡിങ് ദർ അതിൻ്റെ മീനിങ് ഉൾപ്പെടെയുള്ള ആ ഒരു ബുക്ക് ഉണ്ടല്ലോ വേർഡ്സിനെ കുറിച്ച് പറയുന്ന ഈ ഡിക്ഷണറി പോലെയൊക്കെ ചെയ്തു വെക്കുന്ന അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഹൗ ദേ ചേഞ്ച് ഓവർ ടൈം, അതാണ് നിരുക്ത എന്ന് പറയുന്നത്. ഇനി ചന്ദാസ് എന്ന് പറയും. ചന്ദാസ് അതെന്താണ്? പോയറ്റിക് മീറ്റർ ആണ്. അതായത് ഇപ്പോൾ പോയറ്റ്സ് ആ സമയത്തൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കവിതകളുണ്ട് അല്ലേ, പോയംസ് ഉണ്ട്. പോയറ്റിക് മീറ്റർ എന്നാണ് പറയുന്നത്. പോയറ്റിക് മീറ്റർ അതായത് എങ്ങനെ ഒരു പോയമിനെ റിസൈറ്റ് ചെയ്യണം, എങ്ങനെയാണ് അത് പാടേണ്ടത്, ആ സെൻസിനെ പറയുന്ന പേരാണ്. ആ സെൻസ് ഓഫ് മന്ത്ര. ഒരു മന്ത്രമൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതെങ്ങനെയാണ് ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അർത്ഥം ഉപയോഗിച്ച് രാമായണമൊക്കെ വായിക്കുന്നതിന് ഒരു രീതിയുണ്ട് അല്ലേ? ആ ഒരു രീതിക്ക് എങ്ങനെയാണ് അതിനെ കമ്പോസ് ചെയ്ത് അതിനെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ചന്തത്തിൽ എങ്ങനെ പാടാം ആ ഒരു രീതിക്കാണ് കേട്ടോ. സെൻസ് ഓഫ് മന്ത്രയാണ് പോയറ്റിക് മീറ്റർ യൂസ്ഡ് ഇൻ വേദിക് ലിറ്ററേച്ചർ വിച്ച് ആർ റീഡ് ആൻഡ് റിസൈറ്റഡ് കറക്റ്റ്ലി. കറക്റ്റ് രീതിക്ക് എന്ത് ചെയ്യണം? റിസൈറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു സംഭവമാണ് പറയുന്നത്. വിച്ച് ആർ റീഡ് ആൻഡ് റിസൈറ്റഡ് കറക്റ്റ്ലി.
ഇനി അടുത്ത് ജ്യോതിഷയാണ്. ജ്യോതിഷം നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ജ്യോതിഷ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അസ്ട്രോണമി എന്നുള്ള കാര്യം അല്ലേ. ജ്യോതിഷം പഠിച്ചിട്ട് നമ്മുടെ ഭാവിയും ഭൂതവും ഒക്കെ പറയുന്ന സംഭവങ്ങൾ ഹെവൻലി ബോഡീസിനെ വെച്ചിട്ട് നമ്മൾ നക്ഷത്രം ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം എന്താണ് ശുക്രനാണ്, ഇപ്പം വ്യാഴമാണ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഹെവൻലി ബോഡീസിനെ വെച്ചിട്ട് നമ്മുടെ ലൈഫിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയും സംഭവങ്ങളാണ് 6 വേദാംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ മീനിങ് ആണ്. അതങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഹാവ് ആർക്കിയോളജിസ്റ്റ് റിക്കവേർഡ് ബ്യൂറിയൽ ഓഫ് 5 വൈൽഡ് ഡോഗ് വിത്ത് ദെയർ മാസ്റ്റേഴ്സ് ആൻഡ് ആൻഡ്ലേഴ്സ് ഹോൺ. അപ്പോൾ എവിടെയാണ് ഈ ബ്യൂറിയൽ സൈറ്റ്? ഏത് എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ് കേട്ടോ. പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ പീരീഡിനെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഇതുപോലത്തെ ബ്യൂറിയൽ സൈറ്റ്സുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടുപിടിക്കുന്നവർ ഇതുപോലത്തെ ബ്യൂറിയൽ സൈറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ എന്ത് കണ്ടുപിടിച്ചു? ഇങ്ങനത്തെ ബ്യൂറിയൽ ഓഫ് 5 വൈൽഡ് ഡോഗ്സ്. അതിൻ്റെ ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മാസ്റ്റേഴ്സും മനുഷ്യരൊപ്പം തന്നെ, അതായത് ആ മനുഷ്യനെ കാത്തുകൊണ്ടിരുന്ന കാവലായിട്ട് നിന്നിരുന്ന 5 പട്ടികളും, അതുപോലെ തന്നെ ആൻഡിലർ എന്ന് പറഞ്ഞാൽ ഡിയർ ആണ് കേട്ടോ. ഡിയറിന്റെ കൊമ്പും ഒക്കെ കുഴിച്ച് ഇട്ടിരുന്ന അങ്ങനെ ഒരു പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് ആർക്കിയോളജിസ്റ്റ് ഏത് സൈറ്റിലാണ് അത് റിക്കവർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. 5 ഡോഗും, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 വൈൽഡ് ഡോഗ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ആൻഡ് ആൻഡ്ലേഴ്സ് ഹോം കണ്ടുപിടിക്കുന്നത് എവിടെയാണ്? ബുർസാ ഹോമിലാണ് കേട്ടോ. ബുർസാ ഹോം. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ബ്യൂറിയൽ അവിടെ ബ്യൂറി ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ. ഹോമിലായതുകൊണ്ടല്ലേ വൈൽഡ് ഡോഗ് വിത്ത് ദെയർ മാസ്റ്റേഴ്സ് കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പം മാസ്റ്റേഴ്സിന്റെ വീട്ടിലായിരിക്കുമല്ലോ ഈ വൈൽഡ് ഡോഗ്സിനെ താമസിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ കുഴിച്ചിട്ടു. അപ്പോൾ ബുർസാ ഹോം അല്ലേ, ആ ബ്യൂറിയൽ സൈറ്റിൽ തന്നെ, ആ ഹോമിൽ തന്നെ കുഴിച്ചിട്ടു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ബുർസാ ഹോമാണ് എന്തെന്ന് പറയുന്നത്? ആ ബ്യൂറിയൽ സൈറ്റ് കാണുന്നത്. അത്രയും കാര്യം അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നിയോലിത്തിക് പീരീഡിലാണ്, നിയോലിത്തിക് അല്ല പാലിയോലിത്തിക് പീരീഡിലാണ് ഇത് കാണുന്നത് കേട്ടോ. പാലിയോലിത്തിക് പീരീഡിലാണ് ഇത്രയും എഴുതിയിരിക്കുന്നത്. പാലിയോലിത്തിക് പീരീഡാണ് ഫസ്റ്റ് പീരീഡ് കേട്ടോ. പാലിയോലിത്തിക് പീരീഡ്. അതിൽ ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഇത്രയും സ്ഥലങ്ങൾ വെറുതെ കളയരുത്. ഇതിങ്ങനെ എവിടെയാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. നിയോലിത്തിക് പീരീഡിലാണോ എന്ന് പോലും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഈ കോൾഡീവ അല്ലെങ്കിൽ മഹാഗര എന്ന് പറയുന്നത് ആദ്യമായിട്ട് റൈസിൻ്റെയൊക്കെ കൾട്ടിവേഷൻ കണ്ടുപിടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട. ആദ്യമായിട്ട് വേൾഡിൽ തന്നെ റൈസിൻ്റെ കൾട്ടിവേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ കോൾഡീവ എന്ന് പറയുന്ന പ്ലേസിലാണ്. അതെവിടെയാണ്? അലഹബാദിൻ്റെ അടുത്തായിട്ടാണ്, അതായത് ഉത്തർപ്രദേശിലായിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ എന്നെ ചോദിച്ചിട്ടുണ്ട്. കോൾഡീവ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് കേട്ടോ. കോൾഡീവ ആൻഡ് മഹാഗര എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലുള്ള സ്ഥലമാണ്. ഇനി മെഹർഗാറും ചോദിച്ചിട്ടുണ്ട്. ബാലോചിസ്ഥാൻ പാകിസ്ഥാനിലാണ് ആ സ്ഥലം നിൽക്കുന്നത് കേട്ടോ. മെഹർഗാർ ഒക്കെ എന്താണ്? ഈ പിറ്റ് ഡ്വെല്ലിങ്സ് ഒക്കെ കണ്ടു കിട്ടിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇതുപോലത്തെ ബ്യൂറിയൽ പിറ്റ്സും പോട്ട് ഡ്വെല്ലിങ്സും ക്രാഫ്റ്റ് വർക്കും ഒക്കെ കണ്ടുപിടിക്കുന്ന സ്ഥലമാണ് മെഹർഗാർ. അപ്പം അതും പഠിച്ചു വയ്ക്കുക. ബാലോചിസ്ഥാൻ പാകിസ്ഥാനിലാണ് മെഹർഗാർ എന്ന് ആലോചിക്കുക. ഇനി അടുത്ത ബുർസാ ഹോം എവിടെയാണെന്ന് പറഞ്ഞു? കാശ്മീരിലാണ് കേട്ടോ. ബുർസാ ഹോം കാശ്മീരിലാണ്. ബുർസാ ഹോം എവിടെയാണ്? കാശ്മീരിലാണെന്ന് ആലോചിക്കുക. ഇനി അടുത്ത ഗുഫ്ക്രാൽ, അതും എവിടെയാണ്? കാശ്മീരിൽ തന്നെയാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചിരണ്ട് ബീഹാറിലാണ് കേട്ടോ. ചിരണ്ട് ബീഹാറിലാണെന്ന് മനസ്സിലാക്കുക. പിക്ലിഹാല്, ബ്രഹ്മഗിരി, മസ്കി, തക്കലക്കോട്ട, ഹലൂർ ഇതൊക്കെ എവിടെയാണ്? കർണാടകയിലാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ലിഹാല്, ബ്രഹ്മഗിരി, മാസ്കി, തക്കലക്ക്, ഹല്ലൂർ ഇതെല്ലാം കർണാടകയിൽ കണ്ടുപിടിച്ച എന്താണ്? പാലിയോലിത്തിക്കിലെ സൈറ്റുകളാണ്. ബിംബേദ്ക മസ്റ്റായിട്ട് പഠിക്കണം. കാരണം നമുക്കറിയാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളതാണ് ബിംബേദ്ക. പാലിയോലിത്തിക് പീരീഡിൽ കണ്ടുപിടിച്ച സാധനമാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് പഠിക്കണം. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് മസ്റ്റായിട്ട് പഠിക്കുക. കോൾഡീവ പഠിക്കുക, ബുർസാ ഹോമും ഗുഫ്ക്രാലും പഠിക്കുക കേട്ടോ. പിന്നെ ബിംബേദ്കയും പഠിക്കുക. അത്രയും കാര്യങ്ങളെങ്കിലും മാക്സിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ,
ഇനി അടുത്ത ആൻഷ്യന്റ് ഹിസ്റ്ററി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു, ഇതാണ് നമ്മൾ പറയുന്നത് ആ പീരീഡ്സ് ഏതാണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4ആയിട്ടാണ്. ആ പീരീഡ് 4ആയിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ 5 പീരീഡ്സ് ആയിട്ടുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ മാക്സിമം അറിഞ്ഞിരിക്കുക, ആദ്യത്തെ പീരീഡ് പാലിയോലിത്തിക് പീരീഡാണ്. അതിനെന്താ പറയുന്നത്? ഓൾഡ് സ്റ്റോൺ ഏജ്. ആദ്യത്തെ സ്റ്റോൺ ഏജിനെയാണ് നമ്മൾ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്തുണ്ട്? മീസോലിത്തിക് പീരീഡ് ഉണ്ട്, അത് ലേറ്റ് സ്റ്റോൺ ഏജ് ആണ് കേട്ടോ. ലേറ്റ് സ്റ്റോൺ ഏജിനെയാണ് അങ്ങനെ പറയുന്നത്. ഇനി അടുത്ത് എന്തുണ്ട്? നിയോലിത്തിക് പീരീഡ് ഉണ്ട്, ന്യൂ സ്റ്റോൺ ഏജ്. ന്യൂ എന്ന അതിൽ തന്നെ ഉണ്ട്, ന്യൂ സ്റ്റോൺ ഏജ് ആണ്. മീസോ എന്ന് പറഞ്ഞാൽ ലേറ്റ്, ആദ്യം ഓൾഡ്, പിന്നെ എന്താണ് മീസോ വന്നപ്പോൾ ലേറ്റ് സ്റ്റോൺ ഏജ് ആയി. അത് കഴിഞ്ഞ് ചാൽക്കോലിത്തിക് പീരീഡ് എന്താണ്? സ്റ്റോൺ കോപ്പർ ഏജ് ആണ് കേട്ടോ. ചാൽക്കോ അപ്പോൾ എന്താണ്? കോപ്പർ ഏജ് ആയിട്ട് മാറിയത്. സ്റ്റോണും കോപ്പർ, ഈ ലിത്തിക്കിന്റെ മീനിങ് തന്നെ എന്താണ്? സ്റ്റോൺ എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാത്തിലും സ്റ്റോൺ വരുന്നത്. ഓക്കെ, ഓൾഡ് സ്റ്റോൺ പീരീഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മീസോലിത്തിക് എന്ന് പറഞ്ഞാൽ ലേറ്റ് സ്റ്റോൺ ഏജ് ഉണ്ടായിരുന്നു. നിയോലിത്തിക് എന്ന് പറഞ്ഞാൽ ന്യൂ സ്റ്റോൺ ഏജ് ഉണ്ടായിരുന്നു. ചാൽക്കോലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ കോപ്പർ ഏജ് ആണ്. അയൺ ഏജ് എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന സമയമാണ് കേട്ടോ. 1500 BC തൊട്ട് 200 BC വരെയുള്ള ഒരു ടൈമിനെയാണ് അയൺ ഏജ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അന്നത്തെ സമയത്ത് ഉപയോഗിച്ചിരുന്ന ടൂൾസ് വെച്ചിട്ടാണ് അവർ ഈ ഒരു സംഭവം, സ്റ്റോൺ തന്നെയാണ് ടൂൾ, എന്നാലും അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് നോട്ട് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ഇൻഡസ്? റിവർ ഇൻഡസിൻ്റെ നദീതടത്തിലല്ലാണ്ട് ഉള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. മോഹൻജൊദാരയാണോ, കോട്ട് ഡിജി ആണോ, റോപ്പർ ആണോ, ചാനൂദാരയാണോ? ഇതിലെവിടെയാണ് ഇൻഡസ് വാലിയുടെ തീരത്തല്ലാണ്ട് ഉള്ള സ്ഥലം എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന സൈറ്റുകൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഹാരപ്പ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹാരപ്പ 1921 വരുന്ന ഹാരപ്പ അല്ലേ. 1921 ഹാരപ്പ ആരുടെ, ഏത് നദിയുടെ തീരത്താണ്ടാ? രവിയുടെ ആണല്ലേ. രവിയുടെ നദീ തീരത്താണ് ഹാരപ്പ ഉള്ളത്. രവി കേട്ടോ, ഹാരപ്പ രവി. മോഹൻജൊദാരോ എവിടെയാണ്? ഇൻഡസ് ആണ്. അപ്പൊ മോഹൻജൊദാരോ ഇൻഡസ് ആണ്, മസ്റ്റ് ആണ്. ഇനി അടുത്ത് സൂക്ത ജെൻഡർ എന്ന് പറയുന്നത് എവിടെയാണ്? ദാഷ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ദാഷ്ടൊക്കെ എവിടെയാണ്? നമ്മുടെ പാകിസ്ഥാൻ റീജിയനിലാണ് വരുന്നത് കേട്ടോ. പാകിസ്ഥാൻ. സൂക്ത ജെൻഡർ ദാഷ്ട് എന്ന് പറഞ്ഞ റിവറിന്റെ തീരത്താണ്. ചാനൂദാരോ എവിടെയാണ്? ഇൻഡസിന്റെ തീരത്താണ്. അപ്പൊ ചാനൂദാരോയും ഇൻഡസ് ആണ്. ഓക്കെ, ഇൻഡസ് ആണ്. ഇനി അടുത്ത കാലിബംഗൻ എവിടെയാണ്? ഗാഗർ രാജസ്ഥാനിലാണ് കേട്ടോ. ലോത്തൽ ഗുജറാത്ത് ബോഗ്വായാണ്. ധോളാവീരയും റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ്. സൂർക്കോതാട എന്താണ്? ഇതുപോലെ ഗുജറാത്തിലാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇത്രയും സംഭവങ്ങൾ ഏത് നദിയുടെ തീരത്താണെന്ന് അറിയണം. കണ്ടോ, ഈ റോപ്പർ എന്ന് പറയുന്ന സാധനം എവിടെയാണ് കിടക്കുന്നത്? സത്ലജ് നദിയുടെ തീരത്താണ്. അതേസമയം കോട്ട് ഡിജി കണ്ടോ, കോട്ട് ഡിജി എവിടെയാണ്? ഇൻഡസ് റിവറിന്റെ തീരത്താണ്. അപ്പോൾ കോട്ട് ഡിജി ഇൻഡസ് ആണ്. അപ്പോൾ അല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? റോപ്പറാണ്. അതെവിടെയാണ്? സത്ലജ് നദിയുടെ തീരത്താണ്. സത്ലജ് നദിയുടെ, അതായത് പഞ്ചാബിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, റോപ്പർ സത്ലജ് നദിയുടെ തീരത്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. Which is the capital of വാജി മഹാജനപദാസ്? വാജി മഹാജനപദാസിന്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെടാ? നമുക്ക് 16 മഹാജനപദാസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ ബാക്കി. ഓക്കെ, പിന്നെ സംസാരിക്കാം. ഓക്കെ.